ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ടർട്ടോയ്സ് ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു മാലയാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ ലോക്കറ്റും ഒക്കെ ഇട്ട് അങ്ങനെ ഒരു മാലയാണ് കേട്ടോ ചെയ്യുന്നത്. ലോക്കറ്റിൽ യാതൊരു ഡെക്കറേഷനും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗുങ്കുരു തൂക്കണം. അപ്പം അതിനുള്ള സിൽവർ കളറിലുള്ള ഫ്യൂസ് സ്റ്റാറും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് 2-3 3 മണി എടുത്തിട്ടുണ്ട് സിൽവറിൻ്റെത്. പിന്നെ 2 സിൽവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹുക്ക് വേണം, അപ്പം അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗിയർ വെയർ കേട്ടോ. അപ്പം നമുക്ക് സിൽവർ ഗിയർ വെയർ ഇല്ല, അപ്പം അതിന് പകരം ഗോൾഡ് ഗിയർ വെയറാണ് എടുത്തേക്കുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, നമുക്കത് കാണത്തില്ല, വെളിയിൽ കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ലോക്കറ്റിൻ്റെ മുകളിൽ 2 ഹോളും താഴെ 3 ഹോളും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മുകളിലത്തെ 2 ഹോളിൽ നിന്നാണ് നമുക്ക് ബീഡ്സ് നമുക്ക് ചെയ്യേണ്ടത്. താഴത്ത് നമുക്ക് ഗുങ്കുരുവും തൂക്കണം കേട്ടോ, എന്നാലേ ലോക്കറ്റിന് ഭംഗി വരുത്തുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഗിയർ വയർ നമുക്ക് മുകളിലത്തെ ഹോളിലേക്ക് കയറ്റിയിട്ട് 3 മണി ഇട്ട് നമുക്ക് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മുത്ത് കൊരുത്ത് തുടങ്ങാം. ഗിയർ വെയർ ലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മളത് ടൈറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ആദ്യം ഒരു 15 ബീഡ് കൊരുത്തു. അതിനുശേഷം നമ്മളുടെ ആ ഒരു 2 സിൽവർ ബോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരെണ്ണം ഞാൻ എന്നിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം 15 ബീഡും ആ ഒരു സിൽവർ ബീഡും കഴിഞ്ഞിട്ട് പിന്നെ ആണ് ബാലൻസ് ഞാൻ കൊരുത്തത്. ബാലൻസ് ഞാനൊരു 70 മുത്തും കൂടെ ഞാൻ അതിനകത്തോട്ട് കൊരുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മുടെ ചെസ്റ്റിന് താഴെയായിട്ട് ആ മാല നിൽക്കത്തുള്ളൂ കേട്ടോ. ഇച്ചിരി ഇറക്കം ഉണ്ടെങ്കിൽ ഇത്തരം മാലകൾ കൊള്ളാവുള്ളൂ കേട്ടോ. അപ്പം സാരി ഉടുക്കുന്നതായാലും നമ്മൾ ഫാഷൻ വെയർ ആണെങ്കിൽ പോലും ഇച്ചിരി ഇറക്കം ഉണ്ടെങ്കിലേ നമുക്കത് കൊള്ളാവുള്ളൂ. കൂടുതലും ഇങ്ങനത്തെ മാലകൾ ഉപയോഗിക്കുന്നത് സാരിയുടെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ, ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസ്റ്റമറിൽ കൂടുതൽ പേരും ഇങ്ങനത്തെ കളർ സജസ്റ്റൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നല്ല ഇറക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം 3 മണി കൊരുത്തിട്ട് അതിനകത്ത് നമ്മൾ ചെയിൻ ഹൂക്കാണ് ഇടുന്നത്. അപ്പം ചെയിൻ ഹൂക്കിൻ്റെ ഹൂക്ക് നമുക്ക് ഇതിനകത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊതുവേ നമ്മൾ ഇത്തരം മാലകളിൽ നമ്മൾ ചെയിൻ ഹൂക്ക് ഇടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പം നമുക്കത് ഊരാനും ഇടാനും ഉള്ള സൗകര്യം കാണും കേട്ടോ. അതേസമയം നമ്മൾ എസ് കൊളുത്തോ W കൊളുത്തോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടി ഉടക്കുകയും നമുക്ക് ഊരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡിലുള്ള ലൈൻ നമ്മൾ കൊരുത്ത് തീർത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഇടയിൽ ഈ വലിയ ബോൾ പോലത്തെ ഇടയ്ക്ക് 1-2 ബോൾ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ചില കസ്റ്റമറിന് ഒരുപാട് സിൽവർ ആയാലും ഗോൾഡ് ആയാലും നമുക്ക് ഇടയിലൊന്നും ഇടുന്ന അത്രയും ഇഷ്ടപ്പെടത്തില്ല, ബീഡ്സ് മാത്രമായിരിക്കും കേട്ടോ ഇഷ്ടം. അങ്ങനെ നമ്മൾ ലോക്കറ്റിൻ്റെ അടുത്ത ഹോളിൽ കൂടെ നമ്മൾ ഗിയർ വെയർ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ലൈന് നമ്മൾ അതുപോലെ ചെയ്യുകയാണ്. 15 ബീഡ് ചെയ്തിട്ട് നമ്മൾ ഒരു സിൽവർ ബോൾ ഇട്ടിട്ട് നമ്മൾ ബാലൻസ് 70 ബീഡുടെ കൊരുത്തിന് ശേഷം നമ്മൾ ചെയിൻ ഹുക്ക് ഇട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്തരം വലിയ ലോക്കറ്റും വലിയ ബീഡ്സും വെച്ച് നമുക്ക് ഇത്തരം മാലകൾ ഒരുപാട് ചെയ്യാൻ കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം അതെല്ലാം ഒരു ഫാഷൻ വെയർ പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഒറ്റ കളർ സാരിയുടെ കൂടെ ആണിത് കൂടുതൽ ഇത് യോജിക്കുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ ഉള്ള കളർ സാരി ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ മാല ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പം ഇത്രയും നീളമാണ് കേട്ടോ ഈ മാലയ്ക്ക് ഉള്ളത്. അപ്പം ഇതിനകത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ താഴത്തെ 3 ഹോളിൽ നമ്മൾ ഗുങ്കുരു തൂക്കണം കേട്ടോ. അപ്പം ഗുങ്കുരു നമുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇതേ മുത്തിൽ തന്നെ നമുക്ക് സിൽവർ ഫ്യൂസ് സ്റ്റാർ വെച്ച് നമുക്ക് ഗുങ്കുരുകൾ ആദ്യം ചെയ്തെടുത്തിട്ട് നമുക്കിതിനകത്ത് ഹാങ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ഫ്യൂസ് സ്റ്റാർ കൊരുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തീപ്പെട്ടി കൊള്ളിയുടെയോ അങ്ങനെ ചെറിയ ഒരു അത്രയും വലിപ്പമുള്ള ഒരു കമ്പിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് ചുറ്റി കൊടുത്തിട്ടാണ് കെട്ടുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അത് വെറുതെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങനെ കുറച്ച് ഫ്യൂസ് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അപ്പം അത് നമ്മൾ ചെറിയ ഈ വട്ടക്കണ്ണി എന്നൊക്കെ പറയത്തില്ല, ചെറിയ റിങ് ഉണ്ടല്ലോ, സിൽവർ റിങ്ങിനകത്ത് നമ്മൾ കൊരുത്തിട്ട് അതാണ് നമ്മൾ ആ ലോക്കറ്റിൻ്റെ ഹോളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും പ്രൊസീജിയർ അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗുങ്കുരു ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് ആ റിങ്ങിനകത്ത് കയറ്റിയിട്ട് നമുക്ക് ഈ ലോക്കറ്റിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. പണ്ടൊക്കെ നമ്മൾ ചില മാല ചെയ്യുമ്പോൾ അതേ കളറിലുള്ള ഈ ഗുങ്കുരു കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാകുമായിരുന്നു. പക്ഷേ അന്ന് ഇത്ര ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ചിലപ്പം ഇതിൻ്റെയൊക്കെ താഴെ നമ്മൾ സിൽവർ ഗുങ്കുരു നമുക്ക് കിട്ടുന്ന ഗുങ്കുരുകൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന ഗുങ്കുരുകൾ ഇടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ അതാത് കളറിൽ തന്നെ ഇടാൻ പറ്റുമെന്ന് നമുക്ക് അന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ ചെയ്തിടാൻ പറ്റുമെന്ന്. പക്ഷേ വളരെ എളുപ്പമാണ് കേട്ടോ ഗുങ്കുരു ചെയ്യാനായിട്ട്, ഭയങ്കര എളുപ്പമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം സെയിം കളറിലുള്ള ഗുങ്കുരുവൊക്കെ നമുക്ക് ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗുങ്കുരു ഒക്കെ ഇട്ടാൽ നമ്മുടെ മാല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കാണുമോ എന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. നല്ല രസമില്ല. അപ്പം ആർക്കെങ്കിലും ഇത്തരം മാലകൾ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ.
എല്ലാ കളറുകളും അവൈലബിൾ ആണ്, അഫോർഡബിൾ പ്രൈസുമാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം.